ഹായ് 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 നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട 5 മാർക്ക് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് സ്കോർ ചെയ്താലോ? ആ രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് എക്സാമിന് ഒരു ആക്ടിവിറ്റിയിൽ A ഗ്രേഡ് തന്നെ കിട്ടുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് അടിച്ച് വെക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അതൊക്കെ കാണുമ്പോഴാണ് മാഷിന് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എനർജി കിട്ടുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഒക്കെ അടുത്തുകൊണ്ട് ടെൻഷൻ ഉണ്ടോ, ആ കാര്യങ്ങളും കൂടെ കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾ ഏത് ജില്ലയിലാന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ആ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ABED ഈസ് എ റെക്റ്റാങ്കിൾ. ഇവിടെ ABED എന്നുള്ള ഒരു ചതുരം തന്നിട്ടുണ്ട്. അങ്ങനെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ABED ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ഇതൊരു ചതുരാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. പിന്നെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. പിന്നെ ചോദ്യത്തിൽ പറഞ്ഞതാണ് ഇറ്റ് ഹാസ് 14 സെന്റിമീറ്റർ ലെങ്ത് ആൻഡ് 8 സെന്റിമീറ്റർ ഇൻ ബ്രെഡ്ത്ത്. എന്താ പറഞ്ഞത്? അതിന് 14 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നേരുള്ളത് നീളം, ലെങ്ത് എത്രയാണ്? 14 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അടയാളപ്പെടുത്തി. അതുപോലെ കുത്തനുള്ളത് അതെന്താണ്? ബ്രെഡ്ത്ത്, വീതി 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെന്താ ചോദ്യത്തിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. പിന്നീട് ചോദ്യത്തിൽ പറഞ്ഞതാണ് CE ഈക്വൽ ടു 8 സെന്റിമീറ്റർ. CE 8 സെന്റിമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. CE എന്ന് വെച്ചാൽ C മുതൽ E വരെയുള്ളത്. C മുതൽ E വരെയുള്ളത് എന്താ? 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടയാളപ്പെടുത്താം, CE 8 സെന്റിമീറ്റർ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ABCD. ABCDയുടെ പരപ്പളം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ABCD എന്താ? ABCD. ഈ ഷേപ്പിന്റെ ഏരിയ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഇവിടെയുള്ള ഈ ഏരിയ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അതെങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിളാണ്. ഇങ്ങനെയുള്ളൊരു ഷേപ്പിന്റെ ഏരിയ കാണാൻ വേണ്ടി നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു റെക്റ്റാങ്കിളിന്റെ, ചതുരത്തിന്റെ ഏരിയ കാണാനും അതുപോലെ ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ ഏരിയ കാണാനും നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ നോക്കാം. ABED ഇതൊരു റെക്റ്റാങ്കിൾ ആണല്ലോ, ചതുരാണല്ലോ. ആദ്യം നമുക്ക് അതിന്റെ ഏരിയ എന്താ നോക്കാം. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണുക? ഈ ABED എന്നുള്ള റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 14 ആണ്, ബ്രെഡ്ത്ത് 8 ആണ്. ഏതൊരു റെക്റ്റാങ്കിളിന്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കാണാൻ നമുക്കറിയാലോ. ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണുക, അതിന്റെ പരപ്പളം എങ്ങനെ കാണുക? ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? 14ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും. സിമ്പിൾ. 14ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ഉത്തരം വരിക? 8 × 4 20 32, 2 3 അടുത്ത മുകളിൽ 8 × 1 8 8 3 11 112 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ഇതിന് ലെങ്ത് 14, ബ്രെഡ്ത്ത് 8, ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഏരിയ 112. അപ്പൊ 112 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ. അപ്പൊ റെക്റ്റാങ്കിളിലെ ചതുരത്തിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഷേപ്പിന്റെ ഏരിയ ആണ് അല്ലേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ ഏരിയ കൂടാതെ ഈ ആകെയുള്ള ഏരിയ എന്ന് ഈ ട്രയാങ്കിൾ, ഈ ത്രികോണത്തിന്റെ ഈ ഷേപ്പിന്റെ ഏരിയ കൂടാതെയുള്ള ബാക്കി ഭാഗം അതാണല്ലോ ഇത്. ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഏരിയ നമുക്ക് കാണാൻ അറിയില്ലെങ്കിലും ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ത്രികോണല്ലേ. ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടി നമുക്കറിയാം. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞാൽ അതിന്റെ ബേസും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. കഴിഞ്ഞോ? പോരാ. ഏതൊരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കണം. അതാണ് ഏറ്റവും മെയിൻ. അത് നിങ്ങൾ മെയിനായിട്ട് ആലോചിച്ച് വെക്കണേ. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകൾ എടുക്കുക. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകൾ എന്ന് വെച്ചാൽ എന്താ? ഒരു സൈഡിന് കുത്തനായിട്ട് വേറെ സൈഡ് നിൽക്കുന്ന കാണാം. ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെയാണെങ്കിൽ അതിന് കുത്തനായിട്ട്, കുത്തനെന്ന് വെച്ചാൽ എന്താ? ഒന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റേത് ഇങ്ങനെ, അങ്ങനെ 2 സൈഡുകൾ ഈ രൂപത്തിൽ നിൽക്കണം. അപ്പോൾ ആ 2 സൈഡുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ് നമുക്ക് പറയാം. ഈ ട്രയാങ്കിളിന്റെ, ഈ ത്രികോണത്തിന്റെ ആ 2 സൈഡുകൾ ഏതൊക്കെയാണ്? ഈ സൈഡും അതുപോലെ ഈ സൈഡുമാണ്. ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകളാണ്, ലംബമായിട്ട് നിൽക്കുന്ന സൈഡുകളാണ്. അല്ലെങ്കിൽ അതിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം.
അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 8ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അതാണ് ഏറ്റവും മെയിൻ. ഏതൊരു ട്രയാങ്കിൾ ഏരിയ കാണാൻ ബേസും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതൊരു ഇതുപോലെയുള്ള ട്രയാങ്കിൾ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ സൈഡുകൾ ഉണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 8 × 8 64, 64ൻ്റെ പകുതി 32. 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ആകെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 112 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ ത്രികോണത്തിൻ്റെ ഏരിയ, ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ 32. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 112 ഈ 32 പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മാത്രം ഏരിയ ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പം 112 32 പോയാൽ എത്രയും നോക്കിയാൽ പോലെ? 2ഉം 2ഉം കുറച്ചാൽ 0, 1 3 കുറയ്ക്കാൻ വേണ്ടി കഴിയില്ല. 11 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരിക? 8. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരം വെച്ചിട്ട് ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ABCD എന്ന് പറയുന്ന ഈ ഷേപ്പിൻ്റെ ഏരിയ എത്രയാണ്? ഉത്തരം പറയുന്നതിന് കൂടെ സെൻറ്റിമീറ്റർ ആണോ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണോ എന്ന് കൂടെ നിങ്ങൾ പറയണം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് മാഷിന് നോക്കാൻ കേട്ടോ. അപ്പോൾ ക്ലാസ് അവസാനിച്ചു. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. മാഷ് എന്തായാലും വായിച്ചു നോക്കും. അതാണ് മാഷ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊർജ്ജം തരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തതെന്നുള്ള കാര്യം മാഷ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ABCD എന്നുള്ള ഈ ഷേപ്പിൻ്റെ മാത്രം ഏരിയ ആണ്. അപ്പോൾ ആ ഷേപ്പിൻ്റെ മാത്രം ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ ആകെ ഏരിയ, ഇതിന് മുഴുവനായിട്ടുള്ള ഏരിയ നമ്മളെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഈ ഭാഗത്തിൻ്റെ ഏരിയ മാത്രം കുറച്ചു. അപ്പോൾ മുഴുവൻ ഏരിയ എന്ന് ഇതിൻ്റെ മാത്രം ഏരിയ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ മാത്രം ഏരിയ കിട്ടും. എന്തുകൊണ്ടാണ് മാഷ് ഇതിൻ്റെ ഏരിയ ആദ്യം തന്നെ പെട്ടെന്ന് കാണാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ അടിക്കാം കേട്ടോ. ബൈ ബൈ.